എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന റെഡ് എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്ന ആർജെ കേട്ടോ അബി, അവൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അന്ന് അവൻ്റെ എൻഗേജ്മെൻറ്റിന് പോയപ്പോൾ എന്നാൽ കോഴിക്കോടും കൂടെ ഒന്ന് കറങ്ങിയേക്കാന്ന് വെച്ച് നേരെ നമ്മൾ കോഴിക്കോട് ചെന്നു. നമ്മുടെ സന്ദീപ് ബ്രോയ കേട്ടോ നമുക്ക് ഈ ഹോട്ടൽ സെറ്റാക്കി തന്നെ. എൻ്റെ പേര് മലബാർ പാലസ്, അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. നേരെ അവിടെ ചെന്നു. നേരെ ചെന്നപ്പോൾ ചുമ്മാ ജസ്റ്റ് കണ്ണാടി നോക്കി, ഇതേ നോക്കി 3 പേര് ഒരേ കളർ ഇട്ട് വന്നപ്പോൾ 3 പേര് ഒരേപോലത്തെ സാധനം. എന്നാൽ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത് നേരെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ 3 കൂടെ എന്നാൽ നേരെ കഥകും ലോക്ക് ചെയ്ത് ലോക്കാകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ നൈസായിട്ട് മുട്ടായിത്തെരുവ് നമുക്ക് പോകാമെന്ന് വെച്ചു. മുട്ടായിത്തെരുവിൽ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, വിലക്കുറവാന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അതിനകത്തൂടെ കയറി. ഒരുപാട് കാണിക്കുന്നില്ല കേട്ടോ, അതിങ്ങനെ ആൾക്കാരായിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്കാണ്. കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചു. പിങ്കുവാണ് ഉറക്കക്ഷീണത്തിലേക്ക് പിടിച്ചു. ഈ ഓട്ടോ ചേട്ടൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ അവിടെ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പിടിച്ച് അവിടെ ചെന്നപ്പോൾ ചേഞ്ച് ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞ എന്നാൽ പൊക്കോ മക്കളേന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിയുടെ ഒരാളുടെ ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ നമ്പരൊക്കെ ഇട്ട് കൊടുത്ത് പതുക്കെ നമ്മൾ ബീച്ചിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി. ഭയങ്കര ഉപ്പുകാറ്റായിരുന്നു, പക്ഷെ എന്നാലും നല്ല രസമാണ് കേട്ടോ ബീച്ചിൻ്റെ വൈബ്. പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് എൻജോയ് ചെയ്യും, ഗെയിം ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഐസുരുതി ചുമ്മാ ഒന്ന് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ പക്ഷേ ഇഷ്ടമായില്ല കേട്ടോ. വാങ്ങിച്ച് വെറുതെ കളഞ്ഞു. ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാര്യം ഇഷ്ടമല്ല, എന്നാലും ഇത് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് കളഞ്ഞു. നേരെ ഇവിടെ വന്ന് കണവ വറുത്തത് വെച്ചലക്കി. ഞാൻ കണവയെ പിടിച്ചു, പൊന്ന ഉള്ളിവട പിടിച്ചു, പിങ്കു പഴംപൊരി, 3 പേരും ചായയും കഴിച്ചു, കുറേ കടിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ലപോലെ കഴിച്ചു. എൻ്റെ വയറാണ് നല്ല രീതിയിൽ നിന്ന് അറിയുന്നുണ്ട്. നേരെ പതുക്കെ ഒരു ഊബറൊക്കെ പിടിച്ച് നമ്മൾ പതുക്കെ റൂമിലേക്ക് എത്തി, ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. നേരെ മേളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും പിങ്കും പതുക്കെ നടന്നു. തൊട്ട് പുറകെ പൊന്നയുണ്ട് കേട്ടോ. പതുക്കെ നടന്ന് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലെത്തി. ഞാനാണ് വീഡിയോ എടുക്കുന്ന തിരക്കിലൊന്നും അല്ല, എങ്ങനെയും തിന്നിട്ട് വയറ് നിറയ്ക്കണം എന്നുള്ള സെറ്റപ്പുള്ളൂ. കാരണം എനിക്ക് വിശക്കാൻ തുടങ്ങിയത് രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് കഴിച്ചത്. പിന്നെ നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ കുറച്ച് നമ്മൾ ഭരതനാട്യം തിരുവാതിരയൊക്കെ കളിച്ച് പതുക്കെ റൂമിലെത്തി. അവിടെ വന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ. നമ്മൾ 3 പേരും പോകുന്നുണ്ട്, വേറെ ആരും ഫോട്ടോ എടുത്തരാനില്ല. അപ്പോൾ സ്വന്തമായിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നമുക്ക് എടുക്കൽ നടക്കുകയുള്ളൂ. പിന്നെ അവിടെ ചെന്ന് നേരെ നോക്കി, എൻ്റെ വയറ് നോക്കി നിറഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞ പോലെ ഉള്ളതെല്ലാം വലിച്ചു വാരി കഴിച്ചതിൻ്റെ കേട്ടോ. നാളെ തൊട്ട് ഡയറ്റ് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എവിടെ, നമ്മൾ രാവിലെ ഇറങ്ങി പതുക്കെ ഇവിടെ ഒരു എല്ലാവരോടും ചോദിച്ചപ്പോൾ കക്കാടുംപോയി എന്ന് പറഞ്ഞൊരു സ്ഥലം നല്ല രസമെന്ന് പറഞ്ഞു. പക്ഷേ വഴി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. ഗൂഗിളിൽ കയറി നേരെ പോയ വഴിക്ക് നമ്മൾ കുറച്ച് നന്ന് പെട്രോൾ അടിച്ച് അങ്ങ് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഏതോ മലമുകളാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വെയിലാണ്, ഒന്നും കാണാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അവിടെ ഒന്നെങ്കിൽ രാവിലെ നേരം വിളിക്കും, അല്ലെങ്കിൽ വൈകിട്ട് പോകണം. മഞ്ഞുണ്ടെങ്കിൽ മാത്രമാണ് കാണാൻ രസമുള്ളത്. ഈ കുട്ടിക്കാനം സൈഡിൽ നിന്ന് പോകുന്നത് നമുക്ക് എന്ത് മഞ്ഞ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പോയ വഴിക്ക് അവിടെ ചെന്ന് നേരെ പാസ് എടുക്കുന്നതിന് മുമ്പ് ഈ ഐസ്ക്രീംകാരനെ കണ്ടപ്പോൾ നല്ല രസം കേട്ടോ. എന്തുണ്ട് ചേട്ടാ കഴിക്കാൻ? ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. പിങ്കുവിനെയും പറ്റിച്ച് പൊന്നേയും പറ്റിച്ച് 2 ഫ്ലേവറും വാങ്ങിച്ച് പതുക്കെ അവിടെ ചെന്നു. നടന്ന് ഞാനും പിങ്കുവിൻ്റെ ആവട്ടെ അടിച്ചു മാറ്റി കഴിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ നോക്കിയേ, വെള്ളവും ഇല്ല. കാറ്റടിച്ചാൽ 2 ഇറ്റെന്ന് പറഞ്ഞ പോലെ 2 തുള്ളി 3 തുള്ളി വെള്ളമുണ്ട്. നമ്മുടെ മുണ്ടക്കയം സൈഡിലുള്ള വളഞ്ഞെങ്ങാനം പോലെ വെള്ളം തീരെയില്ല, കാടാണ്. പക്ഷേ സീസൺ വരുമ്പോൾ ഭയങ്കര വെള്ളമാണെന്ന് തോന്നുന്നുട്ടോ. പിന്നെ അവിടെ ഒത്തിരി നേരം നിന്നില്ല. പതുക്കെ നൈസായിട്ട് നമ്മൾ അങ്ങോട്ട് വണ്ടിയുടെ അടുത്തെത്തി. വണ്ടിയിൽ നിന്ന് പതുക്കെ തിരിച്ച് പോയേക്കാന്ന് വിചാരിച്ച്. പിന്നെ ഈ ഹോട്ടൽ കാണിച്ചിട്ട് ഇവിടുത്തെ ഫുഡ് ഒരു വകയ്ക്ക് കൊള്ളില്ല. കോഴിക്കോട് നിന്ന് വിട്ട് കഴിഞ്ഞ് നമ്മൾ കഴിച്ചതാണ്, പക്ഷേ ഞങ്ങൾ ഫുഡ് കാണിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ദോഷം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് നമ്മളത് കാണിച്ചില്ല. ഇടയ്ക്ക് പിന്നെ പർച്ചേസ് ചെയ്യാൻ കയറി. നമുക്ക് 3 പേർക്കും ഓരോ തുണിയൊക്കെ എടുത്ത് 2 ടീഷർട്ട് എടുക്കാൻ കയറിയതാണ്. പിന്നെ എല്ലാവർക്കും തുണിയൊക്കെ എടുത്ത് നമ്മൾ പതുക്കെ ഇങ്ങനെ നീങ്ങി പമ്പിൽ കയറിയ മെയിൻ ഉദ്ദേശമുണ്ട്. ബാക്കിൽ തലേണയൊക്കെ വെച്ച് പിങ്കുവിന് കിടക്കാനുള്ള പുതപ്പൊക്കെ ആയിട്ട് പിങ്കു ഉറങ്ങാൻ വേണ്ടി അങ്ങ് കിടന്നു. പിങ്കു കയറി അങ്ങ് ഉറങ്ങിയേക്കാന്ന് വെച്ചു. പിന്നെ നമ്മൾ പതുക്കെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പയ്യെ സൊറയൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങനെ പോയപ്പോൾ അന്ന് ഒരു കട്ടൻ കാപ്പി അടിച്ചേക്കാന്ന് പറഞ്ഞൊരു വഴിയിലൊരു കാപ്പി. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇവന്മാർക്ക് ഈ തീറ്റയും കൂടി മാത്രമേ ഉള്ളൂ എന്ന്. പർച്ചേസ് ചെയ്യുന്നതും മറ്റു തുണി എടുക്കുന്നതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഫുഡ് മാത്രം കാണിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി, അതുപോലെ നല്ല അടിച്ച ചായയും ഉള്ളിവടയും. ഞങ്ങളത് പതുക്കെ കഴിച്ച് പതുക്കെ അവിടെ ഇങ്ങനെ പിടിച്ചിരുന്നപ്പോൾ പിങ്കു എണീറ്റു. പിങ്കുവിന് അവിടെ നിന്ന് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നൊസ്റ്റു അടിക്കാൻ വേണ്ടി ഒരു ഗോലി സോഡ. പക്ഷേ അത് കൊള്ളത്തില്ല കേട്ടോ, ഭയങ്കര മധുരം മാത്രമേ ഉള്ളൂ, ഒരു സുഖമില്ല. പക്ഷേ നമ്മളത് ഒന്ന് കുടിച്ച് നോക്കിയിട്ട് ബാക്കി കളഞ്ഞിരിക്കും, ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ പതുക്കെ അങ്ങ് നീങ്ങി മഴ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നല്ലൊരു വൈബല്ലേ മഴയത്ത് ഇങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ പതുക്കെ മഴയത്ത് വൈബിട്ട് പതുക്കെ പിങ്കുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കാമെന്ന് പറഞ്ഞ് പുതക്കോട്ട് പതുക്കെ നീങ്ങി. ഇനി നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ.